ഹലോ, എല്ലാവർക്കും ട്രാവൽ ഫോട്ടോ ഡയറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ സാധനം വാങ്ങിക്കാൻ പോവാണ്. നമുക്കത് എന്താണെന്ന് നമുക്കൊന്ന് പോയി കാണാം. അങ്ങോട്ടേക്ക് നമുക്ക് പോകാം. അവിടെ ചെന്നിട്ട് നമുക്ക് അതെന്താണെന്ന് കാണാം. ഇന്ന് നമ്മൾ കയറാൻ പോകുന്നത് അമേരിക്കയിലെ ഒരു മൾട്ടിനാഷണൽ കൺസ്യൂമർ ഇലക്ട്രോണിക്സിലെ റീറ്റെയിലർ ഷോപ്പിലേക്കാണ്. അത് ബെസ്റ്റ് ബൈ ആണ്. ഇത് 1966 തുടങ്ങിയ കമ്പനിയാണ്. പിന്നെ ഇവർക്ക് അമേരിക്കയിലല്ലാതെ കാനഡയിലും അതേപോലെ തന്നെ മെക്സിക്കോയിലും ഇവർക്ക് ബ്രാഞ്ചസ് ഉണ്ട്. ഈവൻ ചൈനയിൽ വരെ ഉണ്ടായിരുന്നു. 2011 വരെ അവരുടെ ഉണ്ടായിരുന്നു. പിന്നെ അത് അവിടുന്ന് വേറൊരു 5 സ്റ്റാർ എന്ന് പറഞ്ഞ കമ്പനിയായിട്ട് മെർജായി. അങ്ങനെ ഇപ്പോൾ അവർ ആ പേരിലാണ് അറിയപ്പെടുന്നത്. അതേപോലെ തന്നെ യൂറോപ്പിലും ഒക്കെ ഇവരുടെ പ്രസൻസ് ഉണ്ടായിരുന്നു. എന്തായാലും അമേരിക്കയിൽ ഇവരുടെ ബിഗസ്റ്റ് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് റീറ്റെയിലറാണ്. നമുക്കതൊന്ന് പോയി കണ്ടു കളയാം. അപ്പോൾ നമുക്ക് ആ സാധനം, നമ്മൾ ഓർഡർ ചെയ്ത സാധനം നമുക്കെന്ത് കിട്ടും. അപ്പോൾ നമുക്ക് മാസ്ക് ഒക്കെ ഇടണം. ഇവിടെ മാസ്ക് നിർബന്ധമല്ലെങ്കിൽ പോലും മിക്കവാറും ഷോപ്പുകളിലൊക്കെ മാസ്ക് ഇട്ടെങ്കിൽ അവർ കയറ്റുള്ളൂ. എന്തായാലും നമ്മുടെ സേഫ്റ്റിയാണ് മാസ്ക് ഇടാനായിട്ട്. അപ്പോൾ നമ്മൾ മാസ്ക് ഇട്ടേ പോകുന്നുള്ളൂ. നമുക്കപ്പോൾ ഒന്ന് പോയി കണ്ടിട്ട് വരാം. ഇതാണെന്ന് പറഞ്ഞു. നമ്മൾ അങ്ങോട്ട് കയറുകയാണ്. നമുക്ക് നോക്കാം. സ്പീക്കേഴ്സ് ഒക്കെ ഇരിക്കുന്നുണ്ട്. ലാപ്ടോപ്സിന്റെ സെഷൻസ് ആണ്. ഒരു മായാലോകം പോയല്ലേ. നമ്മൾ പിക്കപ്പാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മൾ ആദ്യം ഓൺലൈൻ ഓർഡർ ചെയ്തു. നമുക്കിവിടെ നിന്ന് പിക്ക് ചെയ്താൽ മതി. അതൊന്ന് പിക്ക് ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മൾ പിക്കപ്പിലേക്ക് പോകും. അതെ, സ്റ്റോർ പിക്കപ്പ്. ഇവിടെ സ്റ്റോർ പിക്കപ്പ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അതെ, DJI Mini 2 ആണത്. ഇതിൻ്റെ ഫസ്റ്റ് വേർഷൻ DJI Mini വന്നപ്പോൾ വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്കതിൻ്റെ യൂസ് നമുക്കുണ്ടോ എന്ന് നമുക്കെന്താ പറയുക, നമുക്കതിൻ്റെ യൂസ് ഒന്നും വലുതായിട്ട് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വാങ്ങിച്ചിട്ട് കാര്യമില്ലായിരുന്നു. ഇപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാനായിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഒരു മോർ കോംബോ എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ബണ്ടിലാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് എക്സ്ട്രാ ബാറ്ററീസ് കിട്ടുന്നുണ്ട്. ചാർജ് ചെയ്യുന്നൊരു ബാറ്ററി സ്റ്റോർ ആൻഡ് ചാർജിൻ്റെ സംഭവം കിട്ടുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ കുറച്ച് പ്രൊപ്പൽ ഫാൻസും കിട്ടുന്നുണ്ട്. അതായത് പ്രൊപ്പൽ ലീഫും കിട്ടുന്നുണ്ട്. പിന്നെ ഒരു ബാഗും ഉണ്ട്. ഇതൊരു $70 സേവിങ്സ് കിട്ടി. അതുകൊണ്ടത് വാങ്ങിച്ചതാണ്. ഇതിൻ്റെ ഉപയോഗം നമുക്ക് ചെയ്ത് പഠിക്കണം. അതായത് കുറച്ച് സാധാരണ രീതിയിലുള്ള ഒരു എന്താ പറയുക, ഇതെല്ലാം നമ്മുടെ കൈ വിട്ടു പോകുന്ന ക്യാമറയല്ല. അപ്പോൾ നമുക്കൊരു പേടിയൊക്കെ ഉണ്ടാവും സംഭവം. എന്നാലും കുറേ നാളത്തെ ആഗ്രഹമാണ് അത് വാങ്ങിക്കണം എന്നുള്ളത്. ഇപ്പോൾ അതിന് കറക്റ്റ് ടൈമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചു. ഇനി നമുക്ക് കുറച്ച് ഏരിയൽ ഷോട്ട്സും ഒക്കെ നമുക്ക് കൊണ്ടുവരാം വിചാരിക്കുന്നു നമ്മുടെ വീഡിയോയിൽ. നമുക്കതിൻ്റെ ഒരു അൺബോക്സിങ്ങും അതേപോലെ ഒരു ഫ്ലൈ ചെയ്യുന്നൊരു വീഡിയോ നമുക്ക് ചെയ്യാം.
അവിടെ ഫുള്ള് അകത്ത് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഇടയ്ക്ക് ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് വന്നിട്ട് ചോദിച്ചു എന്താണ് നിങ്ങൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ പതുക്കെ TV ഒക്കെ നോക്കാൻ വന്നതാണ് പറഞ്ഞിട്ട് തടി തപ്പി അവിടുന്ന്. അപ്പോൾ അതുകൊണ്ട് അതിന് ശേഷമുള്ള വീഡിയോസ് ഒന്നും അവിടെ കവർ ചെയ്യാൻ പറ്റിയില്ല. ഇവിടെ മിക്ക ഷോപ്പുകളിലും റിട്ടേൺ പോളിസീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ചിലത് 30 ദിവസം, ചിലത് 21 ദിവസം. ആ ദിവസങ്ങളിൽ അതായത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, ഉപയോഗിച്ച് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് തിരിച്ചു കൊണ്ടു കൊടുക്കാം. ചിലതൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് അവർ അക്സെപ്റ്റ് ചെയ്യും. അല്ലാത്ത ചില ഇലക്ട്രോണിക്സും അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു റീസ്റ്റോക്ക് പ്രൈസ് അവരെടുക്കും, റേറ്റ്. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഇവിടുത്തെ കൺസ്യൂമർ ഇലക്ട്രോണിക്സിൽ ആൾക്കാർ കുറേ റിട്ടേൺസ് വരാറുണ്ട്. വാങ്ങിച്ചിട്ട് ഉപയോഗിച്ചിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ചു കൊണ്ട് കൊടുക്കും. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ തുടങ്ങിയാൽ അറിയില്ല എന്താവുമെന്ന്. പക്ഷേ ഇവിടെ അങ്ങനെ സം പോളിസി ഉണ്ട്. പിന്നെ ഇത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഇത് റിട്ടേൺ പോളിസിയിൽ റിട്ടേൺ ചെയ്ത എന്തെങ്കിലും ഡാമേജസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ ശരിയാക്കി വീണ്ടും അത് റീഫർബിഷ്ഡ് എന്ന് പറഞ്ഞ രീതിയിൽ ഇറക്കും. അല്ലാത്ത കുഴപ്പമൊന്നുമില്ല. ചിലർക്ക് ഇഷ്ടപ്പെടാത്തതാണെന്നുണ്ടെങ്കിൽ അവരത് എടുത്ത് നമ്മുടെ ഒരു കുറച്ച് സെയിൽസ് ഉള്ള ദിവസങ്ങളിൽ, അതായത് കുറച്ച് ഫെസ്റ്റിവൽ സീസൺ പോലൊക്കെ വരുമ്പോൾ അവർ ഓപ്പൺ ബോക്സ് ഒക്കെ ആയിട്ട് ചിലപ്പോൾ കൊടുക്കും. അപ്പോൾ അത് ഓപ്പൺ ബോക്സ് എന്ന് പറഞ്ഞാൽ ആൾറെഡി ഓപ്പൺ ചെയ്ത ബോക്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു റേറ്റ് വ്യത്യാസം ഉണ്ടാവും. മാർക്കറ്റ് പ്രൈസിൽ നിന്ന് കുറച്ച് റേറ്റ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ പരിപാടികൾ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഇന്നത്തെ പർച്ചേസിങ്ങിൻ്റെ ഒരു ഡീറ്റെയിൽസ്. ആ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് ഡിസ്ലൈക്ക് ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇഷ്ടപ്പെട്ടാൽ അത് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യണം. നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ നമുക്ക് ഇതുപോലെ വളർന്നു വരാൻ പറ്റുള്ളൂ. എന്തെങ്കിലുമൊക്കെ നല്ലൊരു പ്രോത്സാഹനമായിരിക്കും. അതായത് സബ്സ്ക്രൈബേഴ്സ് കൂടുമ്പോൾ നമുക്ക് എന്തെങ്കിലും സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി കൂടുതൽ നല്ല നല്ല വീഡിയോസ് ഒക്കെ ഇറക്കാൻ ഒരു പ്രചോദനമാവും. അതേപോലെ തന്നെ ഈ ലൈക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ഏത് വീഡിയോ, ഏത് ടൈപ്പ് വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് ഇടാൻ പറ്റും. അപ്പോൾ അങ്ങനെ കൊച്ചു കൊച്ചു സഹായങ്ങൾ സബ്സ്ക്രൈബർ എന്ന നിലയിൽ, അതായത് കൊച്ചു കൊച്ചു സഹായങ്ങൾ. നിങ്ങൾക്ക് ഒരു സബ്സ്ക്രിപ്ഷന് ഒരു പേയ്മെൻ്റ് ഒന്നുമില്ല, അത് ഫ്രീ ആണ്. ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബട്ടണിൽ. അത്രേ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ഏതെങ്കിലുമൊക്കെ വീഡിയോസ് ഇഷ്ടപ്പെടും. അത് ഇടയ്ക്കിടയ്ക്ക് ഈ ചാനൽ വന്ന് കാണുക. ട്രാവൽ ഫോട്ടോ ഡയറി എന്ന് പറഞ്ഞ ചാനൽ വന്ന് കാണുക. അതിനകത്ത് ഇതുപോലെ നമ്മുടെ ട്രാവലിങ്ങും അതേപോലെ തന്നെ ഫോട്ടോഗ്രാഫി ടിപ്സും ഒക്കെ, പിന്നെ ലൈഫ് സ്റ്റൈൽ വ്ലോഗിങ് ഒക്കെ ഇടുന്നുണ്ട്. പ്രത്യേകിച്ചൊരു സ്റ്റൈൽ നമ്മളിപ്പോൾ കണ്ടെത്തിയിട്ടില്ല. പക്ഷേ നമ്മൾ ഒരു ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള നമ്മുടെ പ്ലാൻ ഈ ചാനലിൻ്റെ ഇപ്പോഴത്തെ. അപ്പോൾ ഇതാണ് നമ്മുടെ ചാനലിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളെന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ അധികം വീഡിയോസൊന്നും ഇറക്കി നിങ്ങളെ ബുദ്ധിമുട്ടിക്കത്തില്ല. അത്യാവശ്യം നല്ല കണ്ടന്റ് ആണെന്ന് തോന്നുന്നു. ഇറക്കാൻ നമ്മൾ ശ്രമിക്കും. കുറേ കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോസ് കാണുക, വീഡിയോ കണ്ടിന്യൂ കാണുക.